എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആദ്യത്തേതാണ്. ഇത്രയും പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി നമുക്ക് ലഭിക്കാനിടയായത് സന്ദർഭോചിതമായി, സമയോചിതമായി, നിയമപരമായി ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധി. അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണ ഏജൻസിയെ നമുക്ക് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി CBIക്ക് ഈ കേസ് കൊടുക്കാൻ തന്റേടം കാണിച്ച, നട്ടെല്ല് കാണിച്ച ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് ഈ കേസിന്റെ പിറകിലും അതിന്റെ വിജയശില്പികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ ഡിസർവ് ചെയ്യുന്ന ഒരു കേസാണിത്. ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയേറെ ആളുകളെ ശിക്ഷിച്ച ഒരു കേസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇനി മാത്രമല്ല, ബാക്കി ഇതിന്റെ അകത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ്, ഹൈക്കോടതിയിൽ പോകും. ഇന്നിപ്പോ കേസിന്റെ അകത്ത് വിധിയായി ഇന്ന ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു. ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും. എല്ലാ ആളുകൾക്കും ഇതൊരു മോഡൽ ഒരു പണിഷ്മെന്റായി ഈ കേസിനെ മാറ്റും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് CBIയുടെ അന്വേഷണം പരിസമാപിച്ചത് എന്നത് അതിൽ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥതയും മനക്കരുത്തുമാണ് അതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അല്ല, കുഞ്ഞിരാമന് മുകളിലുണ്ട്, കുഞ്ഞിരാമന് താഴെയുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. ഞങ്ങൾ അവിടെ പൊതുയോഗത്തിൽ ഞാൻ നിരവധി വട്ടം പ്രസംഗിച്ചതാണ്. പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇനിയും ബാക്കി വരാനുണ്ട്. അത് നമ്മൾ അടുത്ത തവണത്തെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അതൊക്കെ ഞങ്ങൾ കെട്ടി കൊണ്ടുപോകും. അവിടെ വെച്ച് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ഓക്കെ, രാഷ്ട്രീയ പങ്ക് തന്നെയല്ലേ അവർക്ക്, അതല്ലേ ഉള്ളൂ. കേരളത്തിൽ ഉത്തര മലബാറിൽ പ്രത്യേകിച്ചിട്ടും ഇവരുടെ കൃത്യമായ അജണ്ടയല്ലേ ഇത്. അവിടെ എവിടെയെങ്കിലും ഒരു കയ്യും കാലും എടുത്തിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സമ്മതിക്കുമോ? ഇല്ലല്ലോ. CPMന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം CBIയോട് പോയി പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയട്ടെ. രാജ്ഘട്ടില് മൻമോഹൻ സിംഗിന്റെ ശരീരം ദഹിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചോദിച്ചിട്ടും അനുവാദം കൊടുത്തില്ല. ഫാമിലി മെമ്പേഴ്സ് ആവശ്യപ്പെട്ടത് രാജ്ഘട്ടിൽ തന്നെ ദഹിപ്പിക്കണമെന്നായിരുന്നു മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ. പക്ഷെ അതിന് അനുവാദം കൊടുത്തില്ല എന്നുള്ള കോൺഗ്രസ് വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതൊരു മനസ്സിന് ഇത്തിരി നോവുണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം കുടുംബക്കാരുടെ ഒരു അന്ത്യാഭിലാഷം, ആഗ്രഹം, ആ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിക്കുക, അതാണ് സ്വാഭാവികമായും ഉള്ള ഒരു നേട്ടം. പക്ഷേ ഇക്കുറി എന്തോന്നറിയില്ല, അത് ഗവൺമെന്റ് അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്ന വീഴ്ച. അതൊരു വലിയൊരു വീഴ്ച തന്നെയാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.